ഭാഗികമായി മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമാണ് രാജ്യത്തുടനീളം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട എമിറേറ്റുകളിലെല്ലാം തന്നെ കാലത്ത് മുതൽ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ GCCയിൽ ഉണ്ടായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, പോളാർ ലോ പ്രഷർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് UAEയിലും ഡിസംബർ 18, 19 തീയതികളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരം തന്നെ സൗദി, കുവൈത്ത്, ബഹ്റൈൻ എന്നിവ താണ്ടി UAEയിലും മഴ എത്തി. ഇനി UAEയിൽ നിന്ന് ഡിസംബർ 19 ശേഷം ഇത് ഒമാനിലേക്ക് പോകും എന്ന രീതിയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കാലാവസ്ഥാ വിദഗ്ധരെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട UAEയിലെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം താൽക്കാലികമായിട്ട് ചില തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്ന ദുബായ് എയർപോർട്ട് ഇപ്പോൾ പ്രവർത്തനം പഴയ രീതിയിലായതായിട്ട് ദുബായ് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ചില തടസ്സങ്ങളെല്ലാം തന്നെ നേരിട്ടിരുന്നു. പ്രധാനപ്പെട്ട എയർലൈനുകളെല്ലാം തന്നെ സർവീസുകൾ പഴയ രീതിയിൽ പുനരാരംഭിച്ചതായിട്ട് ദുബായ് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ ഗതാഗത തടസ്സമില്ല എന്ന് ദുബായ് RTA വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദുബായ് മുഹ്സിന 4 റോഡ് ഇടിഞ്ഞ് താഴ്ന്ന് ചില വാഹനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഗ്ലോബൽ വില്ലേജ് സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചതായിട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇന്ന് ഡിസംബർ 19 4 മണി മുതൽ സന്ദർശകർക്ക് വീണ്ടും പഴയതുപോലെ പ്രവേശിക്കാം. മഴ ഉള്ളൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ദുബായ് ഷാർജ ഫെറി സർവീസുകൾ താൽക്കാലികമായിട്ട് ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജബൽ ജെയ്സിലെ വിനോദ പരിപാടികളും നിർത്തിവെച്ചിട്ടുണ്ട്. ഈ വിനോദ പരിപാടികൾ ഡിസംബർ 20 ശനിയാഴ്ച രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് പുനരാരംഭിക്കുക എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. ഷാർജയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർജയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് അതോറിറ്റി ഇപ്പോൾ പറയുന്നത്. എമിറേറ്റിന്റെ വിവിധ ഇടങ്ങളിൽ മോട്ടോർ ടാങ്കർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്ന പ്രക്രിയ നടന്നു വരുന്നുണ്ട്. ഡിസംബർ 19 വരെയാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം തുടരുന്നതിനാൽ ഇന്ന് രാത്രി കൂടി നമ്മൾ മഴയെ ഒന്ന് കരുതിയിരിക്കണം, മുൻകരുതലുകൾ എടുക്കണം.